നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ആളുകൾ തമാശക്കും പിന്നെ പരിഹസിച്ചുമൊക്കെ ഗോട്ടെന്ന് വിളിച്ചത് ആൻ്റണി അങ്ങ് സീരിയസ് ആയിട്ട് എടുത്ത മട്ടാണ്. കോൺഫറൻസ് ലീഗിൻ്റെ സെമി ഫൈനലിൽ ഇന്നലെ അദ്ദേഹം ഗോളും അസിസ്റ്റും ഇപ്പോൾ ഫ്രീ കിക്കിലൂടെ ഗോളടിക്കുന്നു, ഗെയിം വിന്നിങ് അസിസ്റ്റ് നൽകുന്നു. ആൻ്റണി അങ്ങ് പൊളിച്ചെടുക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ട് എക്സ്ട്രാ ടൈമിൽ മത്സരം 2-2 സമനില. പിന്നെ അഗ്രിഗേറ്റ് 3-4 റയൽ ബെറ്റിസ് ഫെറന്റീനയെ മറികടന്നുകൊണ്ട് കോൺഫറൻസ് ലീഗിൻ്റെ ഫൈനലിലേക്ക് കടന്നിരിക്കുകയാണ്. മത്സരത്തിൽ ആൻ്റണിയും ഹെസബ്ദയുമാണ് റയൽ ബെറ്റിസിൻ്റെ ഗോളുകൾ നേടിയതെങ്കിൽ ഗോസെൻസ് ആണ് ഫെറന്റീനയുടെ 2 ഗോളുകളും കണ്ടെത്തിയത്. ഫെറന്റീനയുടെ മൈതാനത്ത് നടന്ന മത്സരത്തിൽ കീനിനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് അവർ തന്ത്രങ്ങൾ മെനയതെങ്കിൽ മറുഭാഗത്ത് ആൻ്റണിയും ഇസ്കോയും ബെക്കാംബുവും ഒക്കെ ചേർന്നുകൊണ്ടാണ് റയൽ ബെറ്റിസിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചത്. 30-ാമത്തെ മിനിറ്റിലാണ് ഡേവിഡ് ഡിഹിയ കാവൽ നിന്ന വലയിലേക്ക് ഗോളടിച്ച് കയറ്റിക്കൊണ്ട് ഫ്രീ കിക്ക് ഗോളാക്കിക്കൊണ്ട് ആൻ്റണി റയൽ ബെറ്റിസിന് ലീഡ് നേടിക്കൊടുക്കുന്നത്. പക്ഷേ ഗോസെൻസ് 34-ാമത്തെ മിനിറ്റിൽ ഗോൾ മടക്കിയത് മാത്രമല്ല 42-ാമത്തെ മിനിറ്റിൽ വീണ്ടും ഗോളടിച്ചു. സ്കോർ ലൈൻ 2-1 എന്ന് പറയുമ്പോൾ അഗ്രിഗേറ്റ് 3-3 സമനിലയാണ്. രണ്ടാം പകുതി പിന്നെ ഗോളുകൾ വരാതിരുന്നതോടെ മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ടു. എക്സ്ട്രാ ടൈമിൽ 97-ാമത്തെ മിനിറ്റിൽ ആൻ്റണിയുടെ അസിസ്റ്റിൽ നിന്ന് എസബ്ദയുടെ ഗോൾ പിറക്കുന്നു. 2-2 സമനില. അഗ്രിഗേറ്റ് 3-4 വിജയവുമായിട്ട് ഫെറന്റീനയെ തോൽപ്പിച്ചുകൊണ്ട് റയൽ ബെറ്റിസ് കോൺഫറൻസ് ലീഗിൻ്റെ ഫൈനലിലേക്ക്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എഴുതാം.